അയ്യോ പ്രസവം കഴിഞ്ഞപ്പോൾ മോൾ അങ്ങ് തടിച്ചു പോയല്ലോ. കുഞ്ഞിന് കൊടുക്കുന്ന കുറുക്കൊക്കെ മോളാണോ കുടിക്കുന്നത്? ഹസ്ബൻഡിന് ഇത്രയും തടിയൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ അവൻ വേറെ പെണ്ണിനെ അന്വേഷിക്കും കേട്ടോ. ലൈഫിൽ ഇത്തരം ഡയലോഗ്സ് കേട്ടിട്ടുള്ളവരാണോ നിങ്ങൾ? തിരിച്ച് രണ്ട് ഡയലോഗ് അടിക്കാൻ പറ്റാതെ ഉള്ളൊരു ഫ്രസ്ട്രേഷനിൽ നീറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? എങ്കിൽ കം ലെറ്റ്സ് ജോയിൻ, നമുക്കൊരു ഡിസ്കഷൻ നടത്താം അബൌട്ട് ബോഡി ഷേമിങ്. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ക്ലോൺ കപ്പിൾ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഒരു കോൺട്രവേഴ്സ്യൽ ഐറ്റമാണ് കേട്ടോ, ബോഡി ഷേമിങ്. ബോഡി ഷേമിങ് എന്ന് പറയുന്നത് ഒരു എപ്പിഡമിക് ആണെന്ന് ഞാൻ പറയും. കാര്യം അതൊരു പകർച്ചവ്യാധി പോലെ ഇങ്ങനെ കൈമാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ എത്രത്തോളം വേദനിപ്പിക്കാം എന്നുള്ളതിനെ പറ്റി മാത്രം ഉൾക്കൊണ്ട് വന്നൊരു ടോപ്പിക്കാണ് ഈ ബോഡി ഷേമിങ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അതിൻ്റെ ഒരു തീവ്രമായ ഘട്ടങ്ങളിലൂടെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞുനാൾ മുതലേ കേൾക്കാൻ തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് ഈ ബോഡി ഷേമിങ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പോലത്തെ അതേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ടോപ്പിക് എന്തോ ആയിക്കോട്ടെ, തടി ആയിക്കോട്ടെ, സൗന്ദര്യം ആയിക്കോട്ടെ, മുടി ആയിക്കോട്ടെ, ഉയരം ആയിക്കോട്ടെ, എന്തായാലും ബോഡി ഷേമിങ് എന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. ഒരാളെപ്പറ്റി ഉള്ള ഒരു ഡീറ്റെയിൽസും അറിയാതെ വേറൊരാൾ അതിനെ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് ബോഡി ഷേമിങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഒരു സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് ആൾക്കാരുടെ മനോഭാവമാണ്. എന്ന് വെച്ചാൽ എന്നെ പറ്റി ഒരു ഡീറ്റെയിൽസും ആ പറയുന്ന വ്യക്തിക്ക് അറിയില്ലായിരിക്കും. ഇപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷനോ അല്ലെങ്കിൽ ഞാൻ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോ എൻ്റെ അവസ്ഥയോ ഒന്നും അറിയാണ്ട് ഇയാളങ്ങ് തീരുമാനിക്കുക ഇയാൾ കുറേ ജങ്ക് ഫുഡൊക്കെ കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്നാണോ ഡെയിലി ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ കുറേ മിഠായി സ്വീറ്റ്സ് എല്ലാം കഴിക്കുകയാണോ, അതുകൊണ്ടാണോ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ എനിക്കിതാണ് ഇഷ്ടം, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്, അതുപോലും മനസ്സിലാക്കാതെ മറ്റൊരാളിങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇത് കേൾക്കുന്ന ആളുടെ ഒരു ഡിപ്രഷനിലേക്കാണ് ആക്ച്വലി കടത്തിവിടുന്നത്. ഇത് കേൾക്കുന്ന ആളെ എന്തോരം വിഷമിപ്പിക്കുമെന്നോ അവരുടെ മാനസികാവസ്ഥ എന്താവുമെന്നോ ഒന്നും അറിയാതെ ഈ പറയുന്ന ആൾക്കാർ ഇങ്ങനെ ഡയലോഗ് ഇടുന്നത്. എന്നാൽ ആ പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? അത് കാണത്തില്ല. പക്ഷേ ഇവരിങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. അഭിപ്രായം പറയാമെന്ന് മാത്രമല്ല ബാക്കിയുള്ളവരുടെ അടുത്തൂടെ ഇതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ടോപ്പിക്ക് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഇത്ര ലേറ്റ് ആയത് എനിക്ക് സ്വന്തമായിട്ട് അയ്യോ എന്നെ ക്യാമറയിൽ കാണാൻ കൊള്ളത്തില്ലായിരിക്കും, എനിക്ക് സ്ക്രീൻ പ്രസൻസ് ഒക്കെ കുറവായതുകൊണ്ട് ഞാനെടുത്താൽ ശരിയാവത്തില്ല. ഞാനെന്നല്ല, എൻ്റെ ഹസ്ബൻഡിന് അറിയാവുന്നവർക്കും അറിയാം, ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം സൈസുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്ക്രീനിൽ കൊള്ളത്തില്ലായിരിക്കും എന്നൊക്കെ അഭിപ്രായം പറഞ്ഞ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് നമുക്ക്. പാട്ടായാലും ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത് ആക്ച്വലി ഒരു സെൽഫ് കോൺഫിഡൻസ് വരാത്തത് കൊണ്ട് തന്നെയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഈ ബോഡി ഷേമിങ്ങിൻ്റെ ഒക്കെ ഒരു പീക്ക് ടൈമാണ്. നമ്മുടെ ആ ജനറേഷനിലുള്ള ആൾക്കാരെയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ ബന്ധുക്കളായാലും എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ വണ്ണം വെച്ച് വരുവാണല്ലോ, ഇത് എങ്ങോട്ടായി പോകുന്നത്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അയ്യോ എനിക്കെന്തോ കുഴപ്പമുണ്ട്, അപ്പോൾ എന്നെ ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ഞാനിങ്ങനെ ഈ ചബ്ബയായിട്ടിരിക്കുന്നത് കൊണ്ട് എന്നൊരു മനോഭാവം അന്നേ എൻ്റെ മൈൻഡിൽ അങ്ങ് രജിസ്റ്റർ ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഇങ്ങനെ ഇത് കേട്ട് വളരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഒരു പോയിന്റിലെത്തുമ്പോൾ, ഒരു കല്യാണ സമയം അല്ലെങ്കിൽ ഒരു നമ്മുടെ കരിയർ ഷിഫ്റ്റിൻ്റെ ഒരു ടൈമിലൊക്കെ നമുക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മളിൽ ലോ ആയിരിക്കും. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഡയറ്റും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളൊക്കെ കുഞ്ഞുനാളിലെ വന്നുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ തടിച്ച പ്രകൃതം മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡയറ്റ് ചെയ്യുക, രാവിലെ ഫുഡ് കഴിക്കാണ്ടിരിക്കുക, രാത്രി ഫുഡ് കഴിക്കാണ്ടിരിക്കുക. അത് കാരണം എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ഇപ്പം ഞാൻ അനുഭവിക്കുന്നതെല്ലാം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഞാൻ എക്സസൈസ് ചെയ്തില്ലെങ്കിലും ഞാൻ ചുമ്മാ ഇരുന്നാൽ തന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. +2 പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു എലിപ്റ്റിക്കലും സൈക്കിളും കൂടെ ഉള്ളൊരു മെഷീൻ വാങ്ങി. അപ്പം ഞാൻ അതിൽ കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്യുമായിരുന്നു ആ സമയത്ത്. പക്ഷേ എനിക്കതിലൊരു വലിയ ചേഞ്ചൊന്നും തോന്നിയില്ല. എന്ന് വെച്ചാൽ എൻ്റെ നേച്ചർ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഭയങ്കരമായ വർക്കൗട്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും ഒക്കെ എടുത്തു പോകാൻ. അപ്പം അന്നൊന്നും അതിനെ പറ്റിയൊരു സിറ്റുവേഷനേ അല്ലായിരുന്നു നമുക്കുണ്ടായിരുന്നത്.
ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ജിമ്മിൽ ഞാൻ ഇപ്പോഴും ജിമ്മിൽ പൊയ്ക്കൊണ്ടിരിക്കുക, പക്ഷെ എന്നെ കണ്ടാൽ പറയില്ല കേട്ടോ. എൻ്റെ കല്യാണത്തിന് മുമ്പ് ജിമ്മിൽ പോകുമായിരുന്നു, കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകുമായിരുന്നു. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോയി ഒരു 10-17 കിലോളം കുറച്ചായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാളൊന്നും ഞാൻ പോവാണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതേ സ്റ്റേജിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയൊരു പ്രൊഫഷനും അല്ല എൻ്റെത്. അപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയില്ല. അത് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ജിമ്മിൽ ഒരു ആൻറ്റി സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു കുട്ടി നല്ല ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവള് വർക്കൗട്ട് ചെയ്ത് ക്ഷീണിച്ച് തളർന്നു വന്നപ്പോഴത്തേക്ക് അവളുടെ മുഖത്ത് നോക്കി ആൻറ്റി ചോദിക്കുക, കഴിച്ചപ്പോൾ അറിഞ്ഞില്ലല്ലേ എന്ന്. ഞാനത് കേട്ടോണ്ടിരുന്നിട്ട് എനിക്ക് തന്നെ ഐ വാസ് ലൈക്ക്, എന്താ ഇവർ പറയുന്നത്? ആ കുട്ടി എന്തുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നോ അതിൻ്റെ സാഹചര്യം എന്താണെന്നോ ഒന്നും അറിയാണ്ട് ഒരാളിരുന്ന് അഭിപ്രായം പറയാം, കഴിച്ചപ്പോൾ അറിഞ്ഞില്ല. കഴിച്ചോണ്ടാണ് വണ്ണം വെച്ചതെന്നുള്ളത് ഈ സ്ത്രീക്ക് അറിയത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവർ ഈ അഭിപ്രായം പറയുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ പറയുന്നവർക്ക് എന്തും പറയാം, പക്ഷെ അത് കേൾക്കുന്ന ആള് എങ്ങനെ എടുക്കുന്നു എന്നും കൂടെ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാനൊരു ഫംഗ്ഷന് പോയപ്പോൾ, പൊതുവായിട്ടുള്ളൊരു ഫംഗ്ഷൻ, എല്ലാ ആൾക്കാരും കൂടി നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യനിരുന്ന് എൻ്റെ അടുത്ത് ചോദിക്കും, അയ്യോ ഇത്രയും തടിയോ, നിന്റെ ഭർത്താവിന് ഇത്രയും തടിയുണ്ടോ, അവൻ എങ്ങനെ സഹിക്കും, അവൻ എങ്ങനെ താങ്ങും? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് എന്ത് മോശമാണ്. അത് ഒരു പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് ബാക്കിയുള്ള ആൾക്കാർ കേട്ടോണ്ടിരിക്കുക. ഞാൻ ആൻസർ ഒന്നും പറഞ്ഞില്ല. എനിക്ക് നല്ല ആൻസർ പറയണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ചടങ്ങായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അതേപോലെ ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടായതാണ് കല്യാണം കഴിഞ്ഞ് ഒരു 2 years ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുമല്ലോ, കുട്ടികളായില്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കുറേ ആൾക്കാർ എനിക്ക് അഭിപ്രായം പറഞ്ഞു തന്നു, തടിയൊക്കെ ഉള്ളതായതുകൊണ്ട് നേരത്തെ തന്നെ ക്യാരി ആവാൻ നോക്കണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പ്രായം കഴിയും തോറും വണ്ണം ഉള്ളതുകൊണ്ട് വണ്ണം കൂടിക്കൂടി വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ അത് എൻ്റെ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചായിരുന്നു ആ ടൈമിൽ, ഇങ്ങനെ സൈസ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സൈസൊന്നും ഒരു പ്രശ്നമേ അല്ല, സൈസ് ഇല്ലാത്തവർക്കും ചിലപ്പോൾ ഇങ്ങനെ കുട്ടികളാവാൻ ലേറ്റ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതൊന്നും നമ്മുടെ ബാഹ്യമായ അപ്പിയറൻസിനെ ഒന്നും ബേസ് ചെയ്തല്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ ബോഡി ഷെയ്മിങ് ആക്ച്വലി പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ അഡ്വർടൈസ്മെൻറ്റ്, മീഡിയ, പരസ്യങ്ങളിലൂടെ അല്ലേ. അവരുടെ ഓരോ പ്രോഡക്റ്റ് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഈ തടിയുള്ളവരെ മാക്സിമം ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച് അവരുടെ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക. അതേപോലെ ഈ നിറം കുറഞ്ഞ കുട്ടികളെ നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫേസ് ക്രീമുകൾ, ടാബ്ലറ്റുകൾ എന്നും പറഞ്ഞ് ഇതിനെല്ലാം ഒരു മാനദണ്ഡം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പം സത്യത്തിൽ മീഡിയയാണ്. ഇതൊക്കെ കാരണം ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ഈ ബാഹ്യമായ കാൽക്കുലേഷൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. കാണാൻ കൊള്ളാമോ, അല്ലെങ്കിൽ മെലിഞ്ഞിട്ടാണോ, അല്ലാണ്ട് അവളുടെ സ്വഭാവമോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്തായാലും അന്വേഷിക്കും. ആളുടെ നല്ല മനസ്സ് ആരും കാണത്തില്ല. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് മുമ്പ് ആരോ എഴുതി വെച്ച അളവ് പോലൊന്നുമല്ല. നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് ഒരിക്കലും നമ്മളൊരു കാറ്റഗറിയോ മാനദണ്ഡങ്ങളോ ഒന്നും വെക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഒരാളുടെ സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അതിനായിട്ട് ബോഡി ഷെയ്മിങ് അല്ലാണ്ട് ബോഡി പോസിറ്റിവിറ്റി എന്നൊരു സംഗതി ഉണ്ട് കേട്ടോ. ഈ ബോഡി ഷെയ്മിങ് നമ്മളെ ഡിപ്രഷനിലും ആങ്സൈറ്റിയിലും ഒക്കെ കൊണ്ടുവിടുന്നു എന്നുണ്ടെങ്കിൽ ബോഡി പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അതിൽ സന്തോഷമായിട്ടിരിക്കാൻ നോക്കുക. കാര്യം നമ്മളെ ഇഷ്ടപ്പെടാൻ ചിലപ്പോൾ നമ്മൾ മാത്രമേ നാളെ ബാക്കി ഉണ്ടാവൂ. ബാക്കി എല്ലാവരും ചുറ്റുന്നു പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക. ഡെയിലി രാവിലെ എണീറ്റ് കണ്ണാടിയിൽ നോക്കിയിട്ട് ഐ എം ബ്യൂട്ടിഫുൾ, ഞാൻ എങ്ങനെ ഇരിക്കുന്നോ അതിൽ ഞാൻ തൃപ്തിയാണ് എന്ന് എനിക്ക് തന്നെ തോന്നിക്കഴിഞ്ഞാൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. ഡെയിലി നമ്മളിത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 daysനുള്ളിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവാൻ തുടങ്ങും. സോ ലെറ്റ്സ് പ്രൊമോട്ട് സെൽഫ് ലവ് ആൻഡ് സെൽഫ് അക്സെപ്റ്റൻസ്. ഒരാൾ നമ്മളെ മോശമായിട്ട് അഭിപ്രായം പറയുമ്പോൾ എനിക്കിതാ ഇഷ്ടം, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് എന്ന് ചിരിച്ചുകൊണ്ട് നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ വേറൊരാളുടെ മുഖത്തോക്കി ഇത് പറയാൻ ഈ ആളൊന്ന് മടിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഇവർ വേറൊരാളുടെ അടുത്തോട്ട് ചെന്ന് പറഞ്ഞ് അയാളെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. സോ നമുക്ക് ബോഡി പോസിറ്റിവിറ്റി പ്രാക്ടീസ് ചെയ്യുക.
അതുവഴി നമുക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്തെങ്കിലും മാറ്റം വരുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമായിരിക്കട്ടെ. നമ്മുടെ ഗ്രോത്ത് ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മൾ മാത്രമായിരിക്കും. പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത കുറച്ച് ആൾക്കാരും, അല്ലാണ്ട് പുറത്ത് നിന്ന് കാണുന്ന ആൾക്കാരൊന്നും നമ്മൾ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും ആവണം എന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മൾ എങ്ങനെ ഇരിക്കുകയാണോ അതിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കണം. എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ട്, ഇപ്പോൾ ഒത്തിരി വണ്ണം വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സോൾവ് ചെയ്യണം. പിന്നെ തടിച്ചേ ഇരിക്കാവൂ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, നമുക്കിത് കുറയ്ക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ അതിന് നമ്മൾ അതിൻ്റെതായ ഡെഡിക്കേഷൻ ടൈമും എല്ലാം കൊടുക്കണം. ഇപ്പോൾ ഞാൻ തടിച്ചിരിക്കുന്നത് എനിക്കും കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കാൽക്കുലേഷൻസോ ആ ഒരു ടൈപ്പ് ഫിഗർ ആവാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മളെപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ചാനൽ തുടങ്ങാനും ഈ ഒരു പബ്ലിക്കായിട്ട് സംസാരിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ എനിക്കൊരു കോൺഫിഡൻസ് തോന്നിയത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടാവാം. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു, ഇങ്ങനെ നമുക്ക് വേണ്ട, ക്യാമറയിൽ എല്ലാ ആംഗിളൊന്നും നമ്മളെ കാണാൻ തോന്നില്ല, ഭയങ്കര സൈസായിട്ടിരിക്കും എന്നൊക്കെ പറയും എന്നൊക്കെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നത് നമ്മൾ അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെയാണോ ഞാനിരിക്കുന്നത്, നമ്മൾ എത്രയോ ആൾക്കാർ ഡെയിലി കാണുന്നു, അതേപോലെ തന്നെയല്ലേ നമ്മൾ സ്ക്രീനിൽ വന്നാലും കുറേ ആൾക്കാർ കാണുന്നത്. നല്ലത് പറയാനുള്ള ആൾക്കാർ കാണും, ചീത്ത പറയുന്ന ആൾക്കാരും കാണും. അപ്പം എന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചുറ്റും ഉണ്ടെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് വീഡിയോസൊക്കെ കാണുന്നു എന്നുള്ളത്. അത് വളരെ വളരെ സന്തോഷം. അപ്പോൾ തുടർന്നും വീഡിയോസ് എല്ലാം കാണുക, ഞങ്ങളുടെ പാട്ടെല്ലാം കേൾക്കുക. എൻ്റെ പാട്ടിന് വരെ ഓരോരുത്തർ കമൻറ്റ് ചെയ്യാറുണ്ട് എൻ്റെ സൗണ്ട് കൊള്ളത്തില്ല എന്നുള്ളത്. എന്നുവെച്ചാൽ എനിക്ക് പറ്റുന്ന രീതിയിൽ പാടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സൗണ്ടും ഇപ്പോൾ സുചിത്ര മാഡത്തിനെ പോലെയോ സുജാത മാഡത്തിനെ പോലെയോ ഒന്നും വരത്തില്ല. അവർ പാടിയ പാട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പാടുന്നു, ഞാനത് എന്നാൽ കഴിയുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്തിടുന്നു എന്നുകൊണ്ട് മാത്രം. ഓക്കെ, സ്റ്റേ പോസിറ്റീവ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. വീഡിയോസ് എല്ലാം കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.